അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവശക്തനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മളെവരിലും സദാ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡിസ്കസ് ഓഫ് മുസ്ലിമയുടെ സെഷൻസ് അൽഹംദുലില്ലാ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. രാവിലെ കഴിഞ്ഞ ഇനാഗ്രേഷൻ സെഷന് ശേഷമുള്ള 5 വേദികളിലായിട്ട് വിവിധ ഇടങ്ങളിൽ നമ്മുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റേജ് 4 കഫേയിലാണ് ഇന്ന് കാറ്റലിസ്റ്റ് ഓഫ് ചേഞ്ച് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഷേപ്പിംഗ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ള ഒരു സെഷൻ നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത് 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർന്നൊരു പൊസിഷൻ ഉണ്ട്. അവിടെയൊന്നും ഒരിക്കലും മുസ്ലിം സ്ത്രീ എത്തിച്ചേരില്ല എന്ന് സമൂഹം കണക്ക് കൂട്ടിയെടുത്തതെന്ന് അതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടെ അഭിമാനമായിട്ടുള്ള അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഇസ്സത്ത് മുറുകെ പിടിച്ച് അവരുടെ ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അക്കാദമിക്സ് രംഗം പരിശോധിച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ തലങ്ങളിലും അതിന്റെ എല്ലാ രീതികളിലും അതിന്റെ വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം പെൺകുട്ടികൾ. അതുകൊണ്ട് തന്നെയാണ് ഡിസ്കസ് ഓഫ് മുസ്ലിമ എന്ന പേരിൽ ഒരു ക്യാമ്പസ് കോൺഫറൻസ് സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ അക്കാദമിക് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അക്കാദമിക് തലത്തിൽ മുസ്ലിം പെൺകുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്ന അവളുടെ വിജയം, അല്ലെങ്കിൽ അവൾ നേടിയെടുത്ത അവളുടെ വിജയത്തെ പറ്റിയുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ ഇനി എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇനി എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാവണം എന്നുള്ള നിർബന്ധത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സെഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ ചർച്ചകൾ നടത്താൻ പാകത്തിലുള്ള ഗസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റലിസ്റ്റ്സ് ഓഫ് ചേഞ്ച് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ഷേപ്പിംഗ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് സിമി കെ സാലിം. അവര് PhD സ്കോളർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് IIT മദ്രാസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് നൂറാവി, അസിസ്റ്റന്റ് പ്രൊഫസർ ഫറൂഖ് കോളേജ്, ഡോക്ടർ നാജിയ PP, അസിസ്റ്റന്റ് പ്രൊഫസർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ഡോക്ടർ ബാസില TV, MD പീഡിയാട്രിക്സ് AIM റായ്പൂർ, DNB നിയോനോട്ടോളജി ഫെലോ അപ്പോളോ ബാംഗ്ലൂർ. ഇവർ 4 ആളാണ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അവിടെ സംസാരങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സിമി കെ സാലിമിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം ഇങ്ങനെ ഒരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തതിന് ആദ്യമായി ഓർഗനൈസേഴ്സിനോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പെൺകുട്ടികളെ ഒരുമിച്ച് കാണുമ്പോൾ. നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇന്നത്തെ വിഷയമായിട്ട് നമ്മുടെ ഈ പാനൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം മുസ്ലിം സ്ത്രീയെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പൊതു ഇടങ്ങളിലെ, ഇപ്പം നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒപ്രസ്ഡ് ആയ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പുകളിലൂടെ മാത്രം നമ്മൾ കണ്ടും കേട്ടും നമ്മുടെ ഈ പബ്ലിക് സ്പേസ് മനസ്സിലാക്കിയ മുസ്ലിം സ്ത്രീയെ ഒരു റീസെർച്ച് സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗവേഷണ വിഷയമായിട്ട് എടുത്തൊരാളാണ് ഞാൻ. അത് IIT-യിൽ ഒരു 5 വർഷമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുന്നിൽ വന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ഇടം എന്നുള്ള, അല്ലെങ്കിൽ സ്പേസ് എന്നുള്ളൊരു വാക്കിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇടം, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ ഇടം എന്താണ്? അപ്പൊ ഈ ഒരു ചോദ്യം വന്നപ്പോ തന്നെ ഇതിനെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവില് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സ്ഥലങ്ങളുടെ പഠനമാണ്, അല്ലെങ്കിൽ ഇടം. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ 4 ചുവരുകളുണ്ട്. അപ്പം ഈ ഒരു സ്പേസിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെമിനിസ്റ്റ് ജോഗ്രഫി
ഒരു ഡിസിപ്ലിനായിട്ട് എടുത്തിട്ട് അതിൽ നിന്നാണ് എൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. പക്ഷെ ഞാൻ നേരിട്ടൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ സ്പേസിനെ അല്ലെങ്കിൽ സ്പേഷ്യാലിറ്റി, നമ്മളിപ്പോൾ സ്ത്രീയുടെ ജോഗ്രഫി അതിനെ വായിക്കുന്നതിന് നമുക്ക് ആവശ്യത്തിനുള്ള ടൂളില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം സമീപിക്കുമ്പോൾ അതിനെ നിരീക്ഷിക്കാനും പഠിക്കാനുമായിട്ട് ടൂൾ വേണം. നിലനിന്നിരുന്ന ടൂൾസ് ഒക്കെ തന്നെ ഒന്നില്ലെങ്കിൽ മാർക്സിസ്റ്റ് ജോഗ്രഫിയുടെ പഠനങ്ങൾ, അല്ലെങ്കിൽ ലിബറൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുള്ള പഠനങ്ങൾ. അപ്പം ഇതൊരു 1970 വരെ ചർച്ചകളൊക്കെ തന്നെ ഈ മാർക്സിസ്റ്റ് കേന്ദ്രീകൃതമായും അല്ലെങ്കിൽ ലിബറൽ ഫെമിനിസ്റ്റ് ധാരയിൽ ഊന്നിയ പഠനങ്ങളാണ് സ്പേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വന്നപ്പോഴും എനിക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം സൂസി താരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ചരിത്രകാരി, അവരുടെ റൈറ്റിംഗ്സ് ഓൺ വിമൻ എന്ന് പറഞ്ഞിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്ത 2 വോളിയം സ്ത്രീ എഴുത്തുകാരികളെ കുറിച്ച്, ഇന്ത്യയിലെ സ്ത്രീ എഴുത്തുകാരികളെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ്. പക്ഷെ അതിനകത്തൊന്നും തന്നെ മുസ്ലിം സ്ത്രീ എഴുതിയ മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ ഇടങ്ങളെ കുറിച്ചൊന്നും ഈ 2 വോളിയത്തിൽ നമുക്ക് എങ്ങനെയും കാണാൻ സാധിക്കില്ല. മാഹുവ സർക്കാർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി അവരുടെ വിസിബിൾ ഹിസ്റ്ററീസ് ഇൻവിസിബിൾ വിമൻ എന്ന് പറഞ്ഞൊരു പുസ്തകത്തില് ബംഗാളി നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബംഗാളി നവോത്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദു സബ്ജക്റ്റ്, അതായത് ഹിന്ദു സ്ത്രീയെ നിർമ്മിക്കുന്നത് തന്നെ മുസ്ലിം സ്ത്രീയെ അപരയായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. അതായത് ഹിന്ദു സ്ത്രീ ഭയങ്കര റിഫോംഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം വിമൻ ആർ ഓൾവേസ് ഒപ്രസ്ഡ്, അല്ലെങ്കിൽ വെയിലിന് പുറത്തിറങ്ങാത്ത സ്ത്രീ, അല്ലെങ്കിൽ മുസ്ലിം പുരുഷന്റെ വിക്റ്റിമായ സ്ത്രീ. ഒരു ദേശീയതയുടെ ഭാഗമായിട്ടും അതുപോലെ ബംഗാളി നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഈ ഹിന്ദു സ്ത്രീ എന്ന് പറഞ്ഞ വളരെ റിഫോംഡ് ആയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ നിർമ്മിച്ചത് തന്നെ ഈ ഒരു അപരതത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പം ഈ രീതിയിലുള്ള ഡൈക്കോട്ടമി തന്നെ എൻ്റെ ഒരു ഗവേഷണത്തിന് വലിയ പ്രശ്നമായിരുന്നു. ഒരു ആദ്യത്തെ 2 വർഷം ഇത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പല രീതിയിലും നമുക്ക് ആവശ്യത്തിനുള്ള മെത്തേഡ് കിട്ടാത്തത് കൊണ്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കേരളത്തിലേക്ക് വന്നപ്പോഴും ഈ ഒരു സ്പേസ് എന്നുള്ളത് ഞാൻ സാഹിത്യത്തിലെ ഇടം എന്നുള്ള രീതിയിലേക്ക് പോയപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത് വായിക്കുന്ന പുസ്തകങ്ങൾ, ഒന്നിപ്പം ഖദീജ മുംതാസിന്റെ ബർസ, അതുപോലെ തന്നെ ഈ അടുത്ത് DC പ്രസിദ്ധീകരിച്ച ഖാലിത്താത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം, ഫസീല മെഹറിന്റെ പുസ്തകം. പക്ഷെ ഈ ഇപ്പം DCയുടെ അവരുടെ ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് അവർ ഇറക്കിയ പരസ്യത്തിന്റെ കവറിൽ അവർ പറയുന്നുണ്ട് പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന ഒരു സ്ത്രീ. അതാണ് ഈ ഒരു നരറ്റീവ് എന്ന് പറയുന്നത്. പലപ്പോഴും ഒപ്രസ്ഡ് ആയി നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ലിബറേഷൻ നേടുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുന്ന ഒരു സ്ത്രീ. പിന്നീട് IIT പോലുള്ള ഒരു ക്യാമ്പസിൽ നമ്മൾ ഈ ഒരു വിഷയം എടുത്ത് ഗവേഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അപ്പൊ കാസ്റ്റ് വളരെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വീണ്ടും ഈ മെത്തേഡ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തുകയാണ്. അവിടെ നിന്നാണ് പിന്നീട് എന്തുകൊണ്ട് സ്പേഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ മുസ്ലിം സ്ത്രീകളെ കൂടി വായിക്കുന്ന രീതിയിൽ നമുക്ക് വികസിപ്പിക്കാൻ ശ്രമിച്ചുകൂടാ. ഉദാഹരണത്തിന് CAA NRC സമരം നടന്ന സമയത്ത് ഷഹീൻ ബാഗിലെ ഉമ്മമാരാണ് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുവരെ വീടിനുള്ളിൽ അടച്ചിരിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന സ്ത്രീകളാണ് സമരപന്തലിലേക്ക് വരുന്നത്. അപ്പം ഈ സ്പേസ് എന്നുള്ളൊരു സാധനം അവിടെയൊക്കെ ഭയങ്കരമായിട്ട് പൊളിക്കപ്പെടുന്നുണ്ട്. അതായത് പബ്ലിക് പ്രൈവറ്റ് ഈ ഇടങ്ങളുടെ ഒരു കൺഫ്യൂഷൻ CAA NRC മൂവ്മെന്റിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചില മൊമെന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകൾ, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ വീടുകൾ
ഒപ്രഷൻ എന്ന് പറഞ്ഞ ഒറ്റ ഡൈനമിക്സിലാണോ നമുക്ക് വീടിനെ കുറിച്ച് വായിക്കാൻ പറ്റുക? വീടിന്റെ ഉള്ളിൽ കരച്ചിലുണ്ടാവും, സന്തോഷം ഉണ്ടാവും, വീടിനുള്ളിൽ വസ്തുക്കൾ ഉണ്ടാവും, ടേബിൾ ഉണ്ടാവും, കസേരകൾ ഉണ്ടാവും, ബെഡ് ഉണ്ടാവും, അതിനുള്ളിൽ നടക്കുന്ന ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ പ്ലേസ് ചെയ്തത്, അതായത് ഈ റീസെർച്ചിൽ അല്ലെങ്കിൽ ഈ ഗവേഷണത്തിൽ എന്തുകൊണ്ട് എൻ്റെ വീടും എനിക്കൊരു ഒബ്ജക്റ്റായി കണ്ടുകൂടാന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഞാൻ മുസ്ലിം വീടിന്റെ അകത്തുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നോക്കിയത് മുസ്ലിം സ്ത്രീകൾക്ക് അകത്തുള്ള ഉദാഹരണത്തിന് ഡൈനിങ് ടേബിളിനോടുള്ള അറ്റാച്ച്മെന്റ്, സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ, വളരെ ലളിതമായിട്ട് വളരെ സരസമായിട്ടുള്ള സംഭാഷണങ്ങൾ, അവർ നടത്തുന്ന നെഗോസിയേഷൻസ്. അപ്പം ഇതൊക്കെ വായിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ നിലനിൽക്കുന്ന മെത്തഡോളജികളെ ഉപയോഗിച്ചിട്ട് മുസ്ലിം സ്ത്രീയുടെ വീടിന്റെ അകത്തെ കുറിച്ചിട്ട് എങ്ങനെ കുറച്ചുകൂടി വിശാലമായിട്ട് വായിക്കാം. ഇപ്പൊ തിങ്ക് തിയറി പോലുള്ള വളരെ യൂറോസെൻട്രിക് ആയിട്ടുള്ള ഡിസിപ്ലിനുകളുണ്ട്. ഇപ്പം ഈ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷെ ഈ ടേബിളിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നാം. അപ്പൊ ഈ രീതിയിൽ സ്ത്രീകളും വസ്തുക്കളുമായിട്ടുണ്ടാകുന്ന ഒരു ഇമോഷണൽ ബോണ്ടിങ് ആയിരുന്നു എന്റെ ഗവേഷണത്തിന്റെ വിഷയം. അത് ഒരു 2005 ശേഷമുള്ള മലയാളം നോവലുകളിലെ മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് വസ്തുക്കളുമായി അറ്റാച്ച്ഡ് ആവുന്നത്, അതല്ലെങ്കിൽ അടുക്കള, അല്ലെങ്കിൽ ബെഡ്റൂം, അതുമല്ലെങ്കിൽ കോർട്ട്യാർഡ് സ്പേസ്, അല്ലെങ്കിൽ വീടിന്റെ ബാക്ക് സൈഡിലുള്ള ചെറിയൊരു സ്പേസ്, ഈ സ്ഥലങ്ങളുമായിട്ടൊക്കെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന അറ്റാച്ച്മെന്റ്, ബോണ്ടിങ്ങുകൾ, വീടിൽ നിന്ന് പുറത്തു പോകൽ, എന്നാൽ അതേസമയം പുറത്തു പോവുക മാത്രമല്ല തിരിച്ചകത്തേക്ക് കയറൽ. അപ്പൊ ഈ രീതിയിലുള്ള നെഗോസിയേഷൻസും വ്യവഹാരങ്ങളും മാർക്ക് ചെയ്യുക. പക്ഷെ എനിക്ക് ഈ ഒരു 5 വർഷത്തെ ഒരു യാത്രയിൽ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ വിമൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റുകൾക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്കോ പലപ്പോഴും ദളിത് ഫെമിനിസം നമ്മൾ ചർച്ചയ്ക്കെടുക്കും. ദളിത് സ്ത്രീകളുടെ എഴുത്തുകൾ ഇപ്പോഴും പാഠ്യപദ്ധതിയിൽ ഒരു വിഷയമാണ്. പക്ഷെ പലപ്പോഴും മുസ്ലിം സ്ത്രീ എഴുത്തുകാരികളെ കുറിച്ചിട്ട് പലപ്പോഴും സിലബസിൽ നമ്മൾ വായിക്കാറില്ല. അതല്ലെങ്കിൽ ഫെമിനിസ്റ്റ് തിയറിയുടെ ഒരു ലാർജർ മെട്രിക്സിൽ ഒന്നും തന്നെ മുസ്ലിം സ്ത്രീയുമായി അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീ ഒരു വിഷയിയായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സിലബസ്, പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി തലത്തിൽ, ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അറിയാം, ഇതൊന്നും ഒരു സബ്ജക്റ്റ് ആയിട്ട് വരാറില്ല. അപ്പൊ ആ ഒരു മെത്തഡോളജിക്കൽ ലിമിറ്റിൽ നിന്നിട്ടാണ് നമ്മളൊക്കെ ഈ പറയുന്ന പ്രതിവായന നടത്താൻ ശ്രമിക്കുന്നത്. ശ്രമം മാത്രമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആവശ്യത്തിനുള്ള ടൂളുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാണെങ്കിലും ആവശ്യത്തിനുള്ള ടൂൾ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഞാനും നജീദയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതൊരു ഡിജിറ്റൽ കൾച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് ഡിജിറ്റൽ ഇടങ്ങളിലെ മുസ്ലിം സ്ത്രീ. അപ്പം ഈ പറയുന്ന പബ്ലിക്, പ്രൈവറ്റ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള വേൾഡ്, ഇതിനൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതാണ് വെർച്വൽ സ്പേസിലെ മുസ്ലിം സ്ത്രീകളുടെ എൻഗേജ്മെന്റ്. ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഫാഷൻ വ്ളോഗേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്, ഡെയിലി വ്ളോഗ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്ന സ്ത്രീകളൊക്കെ വെർച്വൽ സ്പേസിലുണ്ട്. അപ്പം ഇതിനെ ക്രോണിക്കിൾ ചെയ്യാനുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ മെത്തഡോളജി അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ നിലനിൽക്കുന്ന സിലബസിനും നിലനിൽക്കുന്ന തിയറട്ടിക്കൽ സ്ട്രക്ചറിനും അപ്പുറം നമ്മളുടെ ഒരു സബ്ജക്റ്റിവിറ്റി നമുക്ക് എങ്ങനെ ലോകത്തെ ആകമാനം നടക്കുന്ന പഠനങ്ങൾ, പ്രത്യേകിച്ചും ഫെമിനിസ്റ്റ് പഠനങ്ങൾ അല്ലെങ്കിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ ചേർത്തിട്ട് വായിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ മെത്തഡോളജി എപ്പോഴും രാഗിക്കൊണ്ടിരിക്കുക. നമ്മളൊരു കാര്യം മൂർച്ച വെപ്പിക്കുക എന്ന് പറയുന്നത് പോലെ അത്
കണ്ടിന്യൂസ്ലി അത് മൂർച്ചവെപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിജിറ്റൽ ഇടങ്ങളിലെ മുസ്ലിം സ്ത്രീകളുടെ എൻഗേജ്മെന്റ് ഒക്കെ ക്രോഡീകരിക്കുന്ന കോഡിങ്ങും അൽഗോറിതംസും ഒക്കെ ഇപ്പൊ വളരെയധികം പഠനത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലുള്ള സ്പേസുകളിൽ എഴുതുന്ന മുസ്ലിം സ്ത്രീകളുടെ അൽഗോരിതം ഒക്കെ ക്രോഡീകരിച്ച് അതിലൂടെ നമുക്ക് അവരുടെ എഴുത്തിനെ എങ്ങനെ ഒരു പർട്ടിക്കുലർ ജാനറായിട്ട് മനസ്സിലാക്കാം, ആ രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ അപ്ഡേറ്റഡ് ആവേണ്ടതിന്റെ പ്രാധാന്യം. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പസുകളിലൊക്കെ സർവൈവ് ചെയ്യാൻ നമുക്ക് സാധ്യമാക്കി തരുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ചും അപ്ഡേറ്റ് ആവുക, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് അപ്ഡേറ്റഡ് ആവുക, മെത്തഡോളജി അപ്ഡേറ്റഡ് ആവുക. അതുപോലെ തന്നെ ഈ പറയുന്ന ക്രൗഡ്, നമ്മളിപ്പം പ്രത്യേകിച്ച് റീസെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ക്രൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിംസ് ഒന്നും തീരെ ഉണ്ടാവില്ല. അപ്പം ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം ഹിജാബ് ഇട്ട് നമ്മളിപ്പോ ഒരു കോൺഫറൻസിന് പോയി നമ്മൾ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മളെ കുറിച്ചിട്ടുള്ള വളരെ പ്രിജുഡസ്ഡ് ആയിട്ട് കാണുന്ന ഒരു ക്രൗഡിന്റെ മുന്നിലേക്കാണ് നമ്മുടെ ഗവേഷണ വിഷയം അവതരിപ്പിക്കാൻ നമ്മൾ പോകുന്നത്. അപ്പം അവിടെ നമ്മുടെ ഈ റാഷണാലിറ്റി, ഒബ്ജക്ടിവിറ്റി, ഈ വാക്കുകളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന മെത്തഡോളജിക്കലി നുവാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിയറി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ വർക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മള് വീണ്ടും 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 അതിനെ മോഡിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ. ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചർച്ചയുടെ അവസാനം ചോദിക്കാൻ തോന്നുന്നു. ജസാക്ക. അധികം കൂട്ടിയൊക്കെ ഏതായാലും അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നൂറാവിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ സുഹൃത്ത് സിമി സംസാരിച്ച് നിർത്തിയത് അക്കാദമിക് സ്പേസുകളിൽ, നമ്മൾക്ക് കിട്ടുന്ന അക്കാദമിക് സ്പേസുകളിൽ നമ്മൾ എന്തുകൊണ്ട് ഏറ്റവും അപ്ഡേറ്റ് ആവണം, ഏറ്റവും മികച്ച തിയറികൾ നമുക്ക് എത്രത്തോളം ഒരു തിയറികൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കണം. അത് എന്തുകൊണ്ട് എന്ന് സിമി സംസാരിക്കേണ്ടായി. ഇവിടെ ഇത്തരമൊരു വേദിയിൽ ഒരു അവസരം ലഭിച്ചപ്പോൾ തന്നെ എന്ത് സംസാരിക്കണം എന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്തായിരിക്കണം എന്ന് നേരത്തെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ചുരുക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തെ പറ്റി, ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള നൂർജഹാനും കൂടി ചേർന്നിട്ട് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. അതൊരു ജീവചരിത്രമാണ്. ചിലർക്ക് അറിയണ്ടാവും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഹലീമ ബീവി എന്ന കേരളത്തിലെ ആദ്യകാല വനിതാ പത്രാധിപയും പ്രസാധകയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചുള്ളതായിരുന്നു ആ പുസ്തകം. നേരത്തെ സിമി സൂചിപ്പിക്കേണ്ടായി, നമ്മളുടെ പഠന മേഖലകളിൽ, നമ്മളുടെ പുസ്തകങ്ങളിൽ ഒക്കെ മുസ്ലിം സ്ത്രീകളെ നമുക്ക് കാണാൻ കിട്ടാറില്ല, നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാനും എൻ്റെ സുഹൃത്തും ഈ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഒരിക്കൽ നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ അധികം പ്രായമില്ലാത്ത സ്റ്റുഡൻസ് ആണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് സൗഹൃദ കൂട്ടങ്ങളുണ്ടാവും. അതുപോലെ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, പലതരം നരേറ്റീവ്സ് ഉണ്ട്. അതെപ്പോഴും ഒപ്രസ്ഡ് ആയിട്ടുള്ള, അഭിപ്രായമില്ലാത്ത, ശബ്ദമില്ലാത്ത, പുരുഷന്മാരിങ്ങനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ കഥകളാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെ അല്ലാത്ത സ്ത്രീകളെ, സാധാരണ സ്ത്രീകളെ കാണും. എനിക്കൊരു വല്യമ്മയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട് മാത്രമല്ല, അയൽപക്കം കൂടി ഭരിക്കാൻ ശേഷിയുള്ള ആളാണ് മുപ്പത്തി. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മുടെ ആ ചർച്ചകൾ ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നരേറ്റീവ് മാത്രം നമ്മൾ കേൾക്കുന്നത്?
അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് നമ്മൾ ഹലീമ ബീവി എന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. 1918 അവര് ജനിക്കുന്നത്. എന്ന് വെച്ചാല് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുൻപുള്ള സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാലത്ത് ജനിച്ച ഒരു സ്ത്രീ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ തന്നെ നമ്മൾക്ക് അടിച്ചമർത്തപ്പെട്ട ഒരു വർഗത്തിന്റെ പ്രതീതിയാണുള്ളത് പുറത്ത്, അല്ലെ? ആളുകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാലം മുൻപ് സ്വന്തമായിട്ട് മാസികകളും പത്രങ്ങളും ഒക്കെ ആരംഭിക്കുകയും സ്വന്തമായിട്ട് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാവുകയും ഇതുപോലത്തെ വലിയ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു കൂട്ടുകയും ചെയ്ത ഒരു സ്ത്രീയെ അറ്റ്ലീസ്റ്റ് ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിലും നമ്മൾ കാണണ്ടേ? ഇനി അതല്ല, ഒരു ക്വിസ് മത്സരം നടക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പല പേരുകളും പഠിക്കാം. ഒരു ക്വിസ് മത്സരത്തിന്റെ ചോദ്യമായിട്ടെങ്കിലും നമ്മൾ അറിയണ്ടേ? ഇത്രയും കാലം, ഒരുപാട് കാലമായി നമ്മൾ പഠിക്കുന്നു, സ്കൂളിലൊക്കെ പഠിക്കുന്നു. അപ്പൊ ഇത്ര കാലം പഠിച്ചിട്ടും പലതരം ചരിത്രം പഠിച്ചിട്ടും കേരളത്തിന്റെ നവോത്ഥാനകാല ചരിത്രം PSCക്ക് വേണ്ടി തിരിച്ചും മറിച്ചും പഠിച്ചിട്ടും ഒന്നും നമ്മൾ ഇങ്ങനെ ഒരു പേര്, ഒരൊറ്റ മുസ്ലിം സ്ത്രീയുടെ പേര് കേട്ടിട്ടില്ല. ഇങ്ങനെയൊരു ഹലീമ ബീവി എന്ന ഒരാളുടെ പേര് നമ്മൾ എന്തുകൊണ്ട് കേട്ടില്ല? അവരാരാണ്? അവർ ഫേക്ക് ആണോ? അവർ ഒറിജിനൽ ആണോ? അങ്ങനെ ഒറിജിനൽ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നിരാകരിക്കപ്പെടുന്നത്? ഇങ്ങനെയുള്ള 2-3 പെൺകുട്ടികളുടെ ഒരു സംശയത്തിൽ നിന്നാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിലേക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഈ പുസ്തകത്തിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ചരിത്രത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരില്ല, എന്തുകൊണ്ടൊരു മുസ്ലിം സ്ത്രീയുടെ പേരില്ല എന്ന ചോദ്യത്തിൽ നിന്നാണ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട വർക്കുകളിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. അങ്ങനെ കടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം ആണ് ഈ ചരിത്രത്തില് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ കാണുന്ന, നമ്മള് പബ്ലിക് പ്രൊഫൈലായിട്ട് നമ്മൾ കാണുന്ന മുഖങ്ങൾക്ക് അപ്പുറം ധാരാളം സ്ത്രീകള് അവരുടെ പ്രവർത്തനങ്ങള് ഇവിടെ നടന്നിട്ടുണ്ട് എന്നും, നമ്മളിപ്പോ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ, ഇപ്പൊ ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും വിവിധ മേഖലകളില് അക്കാദമിഷ്യൻസ് ആണ്. അതുപോലെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് ചിലരെങ്കിലും എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. പലരും അക്കാദമിക്കലി പ്രൊഫഷണലി ഹൈ പ്രൊഫൈലിൽ എത്തിയ ആളുകളാണ്. നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിറകില് കുറെ കാലം മുമ്പ് തന്നെ കുറെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ചിലർ നേതാക്കളായിരിക്കാം, ചിലർ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരായിരിക്കാം. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ പേരുകൾ എവിടെയാണ്? എങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് അവരുടെ പേരുകളൊക്കെ ഇല്ലാതാവുന്നത്? ഒരുപാട് ഇപ്പൊ മീഡിയ ഹിസ്റ്ററിയൊക്കെ ഒരുപാടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. ഈ അടുത്തൊരിക്കൽ അതിനെ പറ്റി സംസാരിച്ചിരുന്നു. പിന്നെ കേരളീയ നടക്കുമ്പോൾ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഒരു മാഗസിൻ. അതിനകത്ത് മീഡിയ എങ്ങനെയാണ് മോഡേണിറ്റിയുടെ ഇന്ധനമാകുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനമുണ്ട്. മീഡിയ എങ്ങനെയാണ് മോഡേണിറ്റിയുടെ ഇന്ധനം. മീഡിയ എന്ന് കണ്ടപ്പോൾ ഞാൻ അത് എടുത്ത് വായിച്ചു നോക്കി. സ്വാഭാവികമായിട്ടും ഹലീമ ബീവി ഉണ്ടാവേണ്ടതാണല്ലോ. കാരണം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തില് പിന്നെ അങ്ങനെ ഒരാൾ എന്തുകൊണ്ടില്ല എന്ന് നമ്മൾ ആലോചിക്കും, തെരഞ്ഞു കണ്ടുപിടിച്ച് പുസ്തകം ചെയ്യുകയും കുറെ ചർച്ചകളൊക്കെ നടന്നതാണല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഹലീമ ബീവി അവരുടെ 20ാമത്തെ വയസ്സിൽ നിൽക്കുന്ന പലരുണ്ടാകും. 20ാമത്തെ വയസ്സിൽ ഞാനതൊന്നും ചെയ്തില്ല. പക്ഷെ 20ാമത്തെ വയസ്സിൽ ഒരു മുസ്ലിം വനിത എന്ന ഒരു മാസിക 20ാമത്തെ വയസ്സിൽ ഇറക്കിയ ഒരാള്, അവരുടെ പേര് അതിൽ വേണ്ടേ? കാരണം കുറെ പേരുകൾ വേറെ ഉണ്ടായി. എന്നിട്ട് പിന്നെ സ്ത്രീകൾ തന്നെ വേണ്ട വിധത്തിലില്ല. പിന്നെ മുസ്ലിം സ്ത്രീകളുടെ കാര്യം പറയുകയും വേണ്ടല്ലോ. ഇപ്പൊ 2 തരത്തിലുള്ളതാണ്. മുസ്ലിം സ്ത്രീ എന്ന നിലക്കും പിന്നെ സ്ത്രീ എന്ന നിലക്കും അവരുടെ പേരില്ല. പക്ഷെ അവരുടെ മാഗസിന്റെ ചിത്രം, സാധാരണ മാസികകൾക്കൊക്കെ ആ ചിത്രം ജേർണലിസ്റ്റുകൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഒരു നെറ്റ് സെർച്ച് ചെയ്തിട്ട് ചിത്രം ചേർക്കുക ചെയ്യാം. അപ്പൊ അങ്ങനെ അവരുടെ മാസികയുടെ ചിത്രം, പഴയ മാസികയുടെ ചിത്രം അതിനകത്തുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പേരേ ഇല്ല. വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ പഴയ ചരിത്രങ്ങളുടെ കാര്യവും പറയുന്നല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവരുണ്ടാവും, ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും, ജേർണലിസം മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്.
നമ്മളുടെയൊക്കെ ചരിത്രം, നമ്മളുടെയൊക്കെ മാതാക്കൾ, അവരുടെ സ്ട്രഗിളുകൾ പലതരത്തിലായിരിക്കും. ഇപ്പൊ ഹലീമാബിയെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോ വലിയൊരു മീറ്റിംഗ്, ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ എടുത്തുന്ന വലിയൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് എടുത്ത ഒരു സ്ത്രീ. അപ്പൊ അവരുടെ ഒരു പവർ ആലോചിച്ച് നോക്കിയേ, അവരുടെ ഒരു ആലോചനയുടെ കരുത്ത്, ആഴം, ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സമ്മേളനം ഒരു സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു ഭാരതത്തിൽ, കേരളത്തിൽ വിളിച്ചു കൂട്ടാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവരുടെ ഒരു കരുത്ത്, അതിന്റെ എത്രത്തോളം നമ്മൾക്ക് ഉണ്ട് എന്നെനിക്ക് സംശയമാണ്. ഈ പുസ്തകം ചെയ്തു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ലജ്ജ കൊണ്ട് എൻ്റെ തല കുനിയുകയുണ്ടായത്. ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പൊ അതേ ചോദ്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇതൊരു അക്കാദമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ബേസ്ഡ് സെഷൻ ആയതുകൊണ്ട് തന്നെ ഹലീമാബിയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, അവരൊരു കുറെ മാഗസിനുകളുടെ പ്രസാധക മാത്രമല്ല, അവർ സ്ത്രീകളെ ഓർഗനൈസ് ചെയ്ത ഒരാളാണ്. നിങ്ങൾക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കിണഞ്ഞ് പരിശ്രമിച്ച ആളാണ്. ഞങ്ങളുടെ പുസ്തകം ഇറങ്ങിയതിനു ശേഷം തിരുവല്ല ഭാഗത്തു നിന്ന് ചില ആളുകളൊക്കെ, തിരുവല്ലയിലായിരുന്നു ഇവർ, തിരുവല്ല ഭാഗത്തു നിന്ന് ചില ആളുകളൊക്കെ നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് പറയുണ്ടായി, അവരുടെ ഉമ്മമാർക്കും ഈ ഹലീമ ബീവിയുടെ മീറ്റിങ്ങുകളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേക ഒരു സംഘടനാ മീറ്റിംഗ് ആയിട്ടൊന്നുമല്ല, അവർ സ്ത്രീകളെ സംഘടിപ്പിക്കുകയാണ്. പിന്നെ വീടുകൾ തോറും നടന്നിട്ട് സ്കൂളിലേക്ക് വരാനും അതുപോലെ ഇവരുടെ മീറ്റിങ്ങുകളിലേക്ക് വരാനും പറയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കരുത്തുണ്ടല്ലോ, ഈ കരുത്ത് നമുക്ക് ഈ പുതിയ കാലത്ത് നമ്മൾക്ക് എങ്ങനെ അത് നേടിയെടുക്കാൻ പറ്റും, എങ്ങനെ അത് തുടരാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണം. പുതിയൊരു കാലത്ത് എനിക്ക് തോന്നുന്നു ഇതേ ഒരു ഏകദേശം വിഷയത്തോട് ചേർന്ന് നിൽക്കുന്ന പല സെഷനുകളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ജിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. ഉള്ളിൽ കരുത്തുണ്ടായിട്ട് നമുക്ക് എങ്ങനെ ഉയരെ പറക്കാൻ പറ്റുമെന്നാവും നിങ്ങൾ ഈ ഒരു മീറ്റിങ്ങുകളിലൂടെ ആലോചിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഞാൻ ചുരുക്കുകയാണ്, ഒന്നും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് നിങ്ങളോട്, ഞാനിപ്പോൾ ഹലീമാബിയെ പറ്റിയിട്ട് ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു പുസ്തകമാണ് ചെയ്തത്. അത് വലിയൊരു പുസ്തകം ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടും നമുക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം പലപ്പോഴും ഒരു മുസ്ലിം സാധാരണക്കാരിയാണ് എന്ന്, അടിച്ചമർത്തപ്പെട്ടവളാണ് എന്നത് മുദ്ര കുത്തപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ, സ്ത്രീയുടെ കൂട്ടത്തിൽ വന്നവരായതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം വേണ്ട വിധത്തിൽ എവിടെയും രചിക്കപ്പെട്ടിട്ടില്ല. ദാരിദ്ര്യം, പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങള്, വീടുമാറ്റങ്ങള്, ഇങ്ങനെ മൂലം അവരുടേതായിട്ടുള്ള രേഖകളില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ചരിത്രമെഴുത്തിന്റെ എല്ലാ കരുത്തും നമ്മൾ ആർജിച്ചിട്ട് നമ്മൾ ഇത്തരം സ്ത്രീകള് വേറെ ആരൊക്കെയാണ് നമ്മളിങ്ങനെ മുൻനിരയിലേക്ക് നമ്മുടെ വായനയിലേക്ക് കൊണ്ടുവരേണ്ട സ്ത്രീകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ പിന്നെ ആലോചിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ജയിക്കുക കൂട്ടമായിട്ട് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. മുസ്ലിം സ്ത്രീകളുടെ ചരിത്രം കേരളത്തിലും എനിക്ക് തോന്നുന്നു പലതരം വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഓരോ സ്ത്രീകളെ എടുത്ത് കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് നമ്മളുടെ മുമ്പിൽ എത്തിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ സാധിക്കും. അപ്പൊ നമ്മളുടെയൊക്കെ വേരുകളെ പറ്റിയിട്ടുള്ള ബോധം ഉണ്ടാകുക എന്നതാണ് വളരാനുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം. അവനവന്റെ വേരുകളെ പറ്റിയിട്ട് ബോധമുണ്ടാവുകയും അതിന്റെ ശക്തിയെ പറ്റിയിട്ട് അറിയുകയും അതിന്റെ സാധ്യതകളെ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻസ് എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും വേരിനെ പറ്റിയിട്ടുള്ള ഒരു ബോധമുണ്ടായിരിക്കണമെന്നും അറിഞ്ഞുകൊണ്ടുള്ള റെസിസ്റ്റൻസ്, നമുക്ക് അറിഞ്ഞുകൊണ്ടുള്ള തിരുത്തൽ, ഇവിടെ എഴുതപ്പെട്ട ചരിത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് തിരുത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നും അതിന് ഉള്ള ഒരു കപ്പാസിറ്റി, ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടിയെടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി. അസ്സലാമു അലൈക്കും. മറച്ചു വെക്കുന്ന ചരിത്രങ്ങളെ മറനീക്കി പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യത തന്നെയാണ്. നമ്മുടെ അക്കാദമിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഈ ഇത്തരത്തിലുള്ള ചിന്തകളും ഇൻഷാ അല്ലാഹ് കടന്നു വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നാജിയ PPയെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും.
ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ്. സിമിയും സുഹൃത്ത് നൂറയും അവര് പറഞ്ഞിടത്ത് തന്നെയാണ് ഞാനും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നവോത്ഥാന ചരിത്രം, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മുസ്ലിം നവോത്ഥാനം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അരികു പോലുമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ ഈ നവോത്ഥാന ചരിത്രം വായിക്കുകയാണെങ്കിൽ. കേരളത്തിലെ സ്ത്രീകളുടെ ചരിത്രത്തിനെ കുറിച്ച് ഈ അടുത്ത് കുറച്ച് കേരളത്തിലെ റീസെന്റ് പാസ്റ്റിൽ എഴുതപ്പെട്ട CS ചന്ദ്രികയുടെ ഒരു പുസ്തകത്തില് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെ ചരിത്രം, ആ എക്സാക്ട് ടൈറ്റിൽ ഞാൻ പറഞ്ഞു. അപ്പം ആ പുസ്തകത്തിൽ ഇവര് മുസ്ലിം സ്ത്രീകളെ കുറിച്ച് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗത്താണ്. ആ പറയുന്നിടത്ത് തന്നെ ഇവര് പറയുന്നത് ഒരു സൗന്ദര്യ മത്സരം നടക്കുന്നിടത്തേക്ക് സമരം ചെയ്യുന്ന മുസ്ലിം സ്ത്രീകൾ, പർദ്ദയൊക്കെ അണിഞ്ഞ് മൂടിക്കെട്ടിയ മുസ്ലിം സ്ത്രീകൾ ഈ സൗന്ദര്യ മത്സരം നടക്കുന്നിടത്തേക്ക് സമരം ചെയ്യുകയാണ്. അപ്പൊ അവര് ഈ മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്നത് ഒരു സ്വതന്ത്രയായ സ്ത്രീയല്ല, വീണ്ടും ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പർദ്ദ ക്ലാഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെയാണ് ഇവര് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ഇവർ ആ ഭാഗത്ത് ഇവര് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മള് ഫെമിനിസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ സ്ത്രീകളുടെ ശരീരത്തിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനോട്, വസ്തുവൽക്കരിക്കുന്നതിനോട് ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ നിലപാട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് സ്ത്രീ ശരീരത്തിനെ ഇങ്ങനെ ഒരു പ്രദർശന വസ്തുവാക്കുന്നത്, ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ ഫെമിനിസം പല തരത്തിലും വിമർശിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. അപ്പൊ അതേ ഭാഷയിൽ സ്ത്രീ ശരീരത്തിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വിമനെ നമ്മളെ ചരിത്രകാരി അടയാളപ്പെടുത്തുന്നത് മറ്റൊരു തരത്തിലാണ്. അല്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സിന് കിട്ടുന്ന, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സബ്ജക്ടിവിറ്റി ഉണ്ടാവുമല്ലോ, ഒരു ഏജൻസി, അത് ഈ സ്ത്രീകൾക്ക് വകവെച്ചു കൊടുക്കാൻ നമ്മൾ ഈ എഴുത്തുകാരി തയ്യാറാവുന്നില്ല. പകരം അവർ ഈ സ്ത്രീകളെ കാണുന്നത് സ്വയം ഒരു അടിച്ചമർത്തലിന് വിധേയമായിരിക്കുന്ന സ്ത്രീകൾ എന്ന തരത്തിലാണ്. ഈ സ്ത്രീകൾ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യത്തിനെ അതിനെ ഒരു കാമ്പുള്ള രാഷ്ട്രീയ ചോദ്യമായിട്ട് മനസ്സിലാക്കാൻ ഇവര് തയ്യാറാവുന്നില്ല. അപ്പൊ ഈ എപ്പോഴാണ് മുസ്ലിം സ്ത്രീകളുടെ പൊളിറ്റിക്കൽ സബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ അവര് ഒരു അവരുടെ ശബ്ദം ഒരു വാലിഡായ ശബ്ദമാവുന്നത് എന്ന് ചോദിച്ചാൽ, the moment you start speaking about the community, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ പുരുഷന്മാർക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദത്തിന് എന്തുണ്ടാവും, ആധികാരികത ഉണ്ടാവും. അതിന് ഒരു പ്രത്യേക സബ്ജക്ടിവിറ്റി പതിച്ചു തരാൻ നമ്മളെ മുഖ്യധാര ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ സ്ട്രീം ഇത് അനുവദിച്ചു തരും. ഓക്കെ, നിങ്ങൾ പറയുന്നത് റെലവെന്റ് ആയ ഒരു കാര്യമാണ്. ഇതല്ലാത്ത തരത്തിലുള്ള നിങ്ങളുടെ ഏത് തരം ആവിഷ്കാരവും മറ്റു പല തരത്തിലാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് സിമി പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് വളരെ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ GIOനെ കുറിച്ചിട്ടായിരുന്നു എന്റെ ഗവേഷണം. അപ്പം എങ്ങനെയാണ് ഒരു ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റിനകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അവരുടെ ഒരു സബ്ജക്ടിവിറ്റി എന്തായിരിക്കും, ഇതിന്റെ എങ്ങനത്തെ ഒരു സബ്ജക്റ്റൂട്ട് ആയിരിക്കും ഉണ്ടായി വരുന്നത് എന്നുള്ളത് പരിശോധിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇപ്പം ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇസ്ലാമിസം? അതിന് പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. ഇപ്പൊ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയിൽ ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കുന്ന ഗ്രൂപ്പിനെ നമുക്ക് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ അകത്തുള്ള ഒരു സ്ത്രീ മൂവ്മെന്റ്, അതിന്റെ പലതരത്തിലുള്ള അതിന്റെ ഇടപെടലുകൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിനകത്ത് ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റിനകത്ത് മെയിൽ ലെഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനകത്തുള്ള സ്ത്രീകളുടെ ഇടപെടലുകൾ, നെഗോഷിയേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് ഞാൻ പരിശോധിക്കാൻ ശ്രമിച്ചത്. അപ്പോ തുടങ്ങിയിടത്തേക്ക് തന്നെ വരികയാണ്. നമ്മൾ ഈ പൊളിറ്റിക്കൽ സബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ട്രഡീഷനെതിരെ, നിങ്ങളുടെ റിലീജിയനെതിരെ അതിനെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ റിലീജിയസ് നോംസിനെ, ട്രഡീഷണൽ നോംസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നത്, ഒരു രാഷ്ട്രീയമായ
രാഷ്ട്രീയമായി കാമ്പുള്ള ഒരു ചോദ്യം നിങ്ങൾ ഉയർത്തുന്നു എന്ന തരത്തിലുള്ള ഒരു അംഗീകാരം നമുക്ക് ഫെമിനിസ്റ്റ് സർക്കിൾസിൽ നിന്ന് അല്ലെങ്കിൽ ലാർജ്ലി അക്കാഡമിയിൽ നിന്നൊക്കെ ഓക്കെ ഇതൊരു പൊളിറ്റിക്കലി റെലവെന്റ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് എന്നുള്ളൊരു അംഗീകാരം കിട്ടുക. പക്ഷെ നമ്മള് റിലീജിയസ് ബീയിങ്സ്, മത ജീവിതങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിരുപാധികമായ സബ്മിഷൻ, കീഴ്പ്പെടൽ, അനുസരണം, ഇതൊക്കെ മതജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു റിലീജിയസ് ബീയിങ് എന്നുള്ളത് സാധ്യമാവുള്ളൂ ഇൻ ലിറ്ററൽ ടേംസ്. അപ്പൊ ഈ അനുസരണം, കീഴ്പ്പെടൽ, ഈ ഭാഷ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മനുഷ്യരുടെ ആവിഷ്കാരങ്ങളെ നമ്മളെ അക്കാഡമിയിൽ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫെമിനിസ്റ്റ് റിസർച്ചിൽ വരും. അപ്പം ഈ ഗവേഷണത്തിനകത്ത് ഈ മതജീവിതങ്ങളിലെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, അത് മനസ്സിലാക്കാനുള്ള ഒരു ഭാഷ നമുക്ക് ഇതിന്റെ അകത്ത് സാധ്യമാണ്. സിമി പറഞ്ഞ പോലെ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം പല നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ അക്കാഡമിയിൽ കുറച്ചെങ്കിലും പരിചയമുള്ള നിങ്ങൾ പലർക്കും അറിയുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഈ മേഖലയിൽ മതത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ സബ്മിസീവായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പഠനങ്ങൾ അക്കാഡമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സബാ മഹ്മൂദ്, തലാൽ അസദ്, ഇവരുടെയൊക്കെ പഠനങ്ങളിലൊക്കെ അതിന്റെയൊക്കെ ഒരു അല്ലെങ്കിൽ അവരൊക്കെ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ പോസിബിൾ. മറ്റു തരത്തിലുള്ള വായനകൾ കൂടി സാധ്യമാണ്. നമ്മള് ലിബറൽ സെക്യുലർ ഫ്രെയിംവർക്കിന് പുറത്തുള്ള ജീവിതങ്ങളെയും നമുക്ക് അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റിവിറ്റിയെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഓപ്പറേഷൻ റെസിസ്റ്റൻസ് ഭാഷയ്ക്ക് പുറത്ത് ഇതിന് സാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടെക്സ്റ്റുകളിലൊക്കെയാണ്. അപ്പൊ ഞാൻ എന്റെ ഗവേഷണത്തിലേക്ക് വരികയാണെങ്കിൽ GIO ഒന്ന് എന്റെ ഗവേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഫെമിനിസവുമായിട്ട് ഇതിന്റെ ഒരു ഇടപെടലുകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് ആസ് എ തിയറി, ആസ് എ പ്രാക്ടീസ് ഫെമിനിസവുമായിട്ട് പലതരത്തിലുള്ള കണ്ടസ്റ്റേഷൻസ്, നെഗോഷിയേഷൻസ്, അപ്രോപ്രിയേഷൻസ് ഒക്കെ ഈ മൂവ്മെന്റിനകത്ത് കാണാൻ പറ്റും. അപ്പോ അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഉപയോഗിച്ച മാർഗം, ഞാൻ പഠിക്കാൻ ഉപയോഗിച്ച മാർഗം എന്ന് പറയുന്നത് പഴയകാല ലീഡേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുക, പഴയകാല പ്രവർത്തകരെ ഇന്റർവ്യൂ ചെയ്യുക, അതുപോലെ GIOന്റെ പബ്ലിഷ് അതല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള രേഖകൾ പരിശോധിക്കുക. ഈ തരത്തിലൊക്കെയുള്ള ഒരു എത്നോഗ്രഫി പോലെയാണ് ഞാൻ എന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം പറഞ്ഞ പോലെ എന്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യ ഭാഗം ഫെമിനിസവുമായിട്ടുള്ള ഇതിന്റെ ഒരു ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നോക്കാൻ ശ്രമിച്ചത്. പിന്നൊന്ന്, നമ്മള് കേരളത്തിന്റെ പബ്ലിക് സ്ഫിയറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ്ലി ഒരു ലെഫ്റ്റ് ലിബറൽ എത്തോസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പബ്ലിക് സ്ഫിയർ ആണ് കേരളത്തിൻ്റെത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് നമുക്ക് പല തിയറികളുമുണ്ട്. ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആണോ, ഈ പബ്ലിക് സ്ഫിയർ എല്ലാവരെയും ഒരേ തരത്തിലാണോ ഇത് ഉൾക്കൊള്ളുന്നത്, ഇൻക്ലൂസീവായ ഒരു പബ്ലിക് സ്ഫിയർ ആണോ ഇത്? അപ്പൊ ഈ പബ്ലിക് സ്ഫിയറിൽ GIOയുടെ എൻഗേജ്മെന്റ്സ് പരിശോധിക്കുമ്പോൾ മെയിൻ സ്ട്രീം പബ്ലിക്കിനോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയും അതേപോലെ തന്നെ ഒരു കൗണ്ടർ പബ്ലിക് ക്രിയേറ്റ് ചെയ്യുകയും GIO ചെയ്യുന്നുണ്ട് ത്രൂ ഇറ്റ്സ് ഡിഫറെന്റ് ഡിസ്കഷൻസ്, ത്രൂ ഇറ്റ്സ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പലതരത്തിലുള്ള എൻഗേജ്മെന്റ്സ് ഉണ്ട്, അക്കാഡമിക് എൻഗേജ്മെന്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളുണ്ട്. ഇവയിൽ കൂടിയൊക്കെ ഒരു കൗണ്ടർ പബ്ലിക് ഈ ഒരു സംഘടന കേരളത്തിന്റെ പബ്ലിക് സ്ഫിയറിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്റെ പിന്നൊരു ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പുരുഷ നേതൃത്വത്തിന് കീഴിൽ
പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ സംഘടന എന്ന നിലയിൽ ആ ലാർജർ മൂവ്മെന്റിനകത്ത് ജിയോ നടത്തുന്ന നെഗോഷിയേഷൻസ് എന്തൊക്കെ തരത്തിലുള്ള എൻഗേജ്മെന്റ്സ് ആണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഇതിനകത്ത്? അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു പഠനത്തിനെ കുറിച്ച് ഒരു ആകെത്തുകയായിട്ട് പറയാനുള്ളത്. ഐ തിങ്ക് ഐ സ്റ്റോപ്പ് ദെയർ. ഒരു ഇനി എന്റെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നും മുസ്ലിം സ്ത്രീയെ പർദ്ദക്കുള്ളിലും അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടും ഒക്കെ ചിത്രീകരിക്കാനാണ് സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടിയുടെ കടമ എന്ന് പറയുന്നതും. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ബാസില ടി വി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവരും ഉറങ്ങിയാണ്. പോസ്റ്റ് ലഞ്ച് സെഷൻ എല്ലാവരും എൻഗേജ് ചെയ്ത് നിർത്തുന്നതിന്റെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ ഓൾറെഡി നല്ല കാർബോഹൈഡ്രേറ്റും ഫാറ്റൊക്കെ കഴിച്ച് ഇൻഡസ്റ്റൈൻ വർക്കിംഗ് തുടങ്ങി, ആമാശയം വർക്കിംഗ് തുടങ്ങി, ബ്രെയിൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയ എല്ലാവരും ഇല്ല? ഓക്കെ. സോ ഇവര് 3 പേരും പറഞ്ഞതിൽ വെച്ചിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ ഫീൽഡ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഓക്കെ. സോ ഐ ടെൽ അബൌട്ട് മൈ എക്സ്പീരിയൻസ്. ഞാൻ എങ്ങനെ ഈ ഒരു ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഈ പൊസിഷനിൽ എങ്ങനെ എത്തി എന്നുള്ളൊരു ചെറിയൊരു എക്സ്പീരിയൻസും ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് വിൽ മോട്ടിവേറ്റ് യു ഗൈസ്. അത്രയാണ് എൻ്റെ ഉദ്ദേശം എന്നത്. സോ ഞാൻ എൻ്റെ സ്കൂളിംഗ് +2 വരെ നാട്ടിൽ കേരളത്തിൽ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അണ്ടർ ഗ്രാജുവേഷൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മൈസൂർ ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. പുറത്തു പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓൾ ഇന്ത്യ എഴുതി. അന്ന് കേരള എൻട്രൻസും ഓൾ ഇന്ത്യ എൻട്രൻസും ഉണ്ടായിരുന്നു. സോ ഓൾ ഇന്ത്യ എഴുതി അതിൽ പോയി മൈസൂർ ജോയിൻ ചെയ്തു. അവിടുത്തെ 5 വർഷത്തെ MBBS-ഉം അത് കഴിഞ്ഞ് നമുക്ക് 1 വർഷം റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ മാസം 1.5 മാസം 2 മാസമായിട്ട് ഇങ്ങനെ കുട്ടികളുടെ വിഭാഗം, സർജറി, ഓർത്തോപെഡിക്സ്, ലൈക്ക് ഓബ്സ്റ്ററ്റിക് ഗൈനക്കോളജി, അങ്ങനെ ഓരോന്നിലും നമുക്ക് ഓരോ മാസം റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ഒരു സമയമായപ്പോഴത്തേനും ലൈക്ക് ഐ വാസ് വെരി ഷുവർ ലൈക്ക് വാട്ട് ഐ വാണ്ട് ഇൻ മൈ ലൈഫ്. ഐ വാണ്ടഡ് ടു ബി എ പീഡിയാട്രീഷ്യൻ. എനിക്ക് ആ കുട്ടികളോടുള്ള ഇഷ്ടം, ആ ഒരു ഓരോ സമയത്തും കുട്ടികളെ കാണുമ്പോഴുള്ള ഇഷ്ടം കാരണമാണ് ഞാൻ മെയിനായിട്ട് അതെടുത്തത്. ആൻഡ് ലൈക്ക് ആ ഒരു പോയിന്റിൽ ഐ ഡിസൈഡഡ് ഐ വാണ്ടഡ് ടു ഗോ ടു ലൈക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും ഒരു നല്ല സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ട് തന്നെയാണ് ഞാൻ എയിംസ് റായ്പൂരിൽ ജോയിൻ ചെയ്തത്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ. അപ്പൊ ജോയിൻ ചെയ്ത സമയത്ത് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കേരളത്തിൽ പഠിച്ച സമയത്ത് എന്റെ ക്ലാസ്സിൽ എല്ലാവരും തട്ടോട്ട കുട്ടികളായിരുന്നു. പിന്നെ മൈസൂർ ചെന്നപ്പോഴേക്കും എന്റെ ബാച്ചിൽ ആകെ 3 കുട്ടികളുണ്ടായിരുന്നു. ഇവൻ തോ നമ്മുടെ ഓൾ ഇന്ത്യ സീറ്റ് എന്ന് പറയുന്നത് 21 കുട്ടികളുണ്ടായിരുന്നു. 11 ബോയ്സും 10 ഗേൾസും ആയിരുന്നു. പക്ഷെ അതിലാകെ 3 കുട്ടികൾ തട്ടോട്ടുണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് അത് കഴിഞ്ഞ് ഞാൻ MD പീഡിയാട്രിക്സിൽ ചെന്നപ്പം ഞാൻ മാത്രമായിരുന്നു, ഒരാൾ മാത്രം. അതായത് എൻ്റെ മുന്നിലും പിന്നിലും, അതായത് ടോട്ടൽ 6 ഇയേഴ്സ് 3 വർഷമാണ് കോഴ്സ്. എൻ്റെ സീനിയേഴ്സായിട്ടും ജൂനിയേഴ്സായിട്ടും ആകെ ഞാൻ മാത്രമുള്ളായിരുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ദർ ആർ ഡിഫറെന്റ് സബ്ജക്ട്സ് ലൈക്ക് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പൊ അതിലെല്ലാമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ കയറിയ അവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് ജോയിനിങ് ലെറ്റർ കൊടുക്കാൻ ചെന്നപ്പം HOD ചോദിച്ചേ എങ്ങനെ കല്യാണമൊക്കെ കഴിക്കാൻ പ്ലാൻ ഉണ്ടോ ചോദിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു ആ കല്യാണം കഴിക്കണം. അങ്ങനെ പുള്ളിക്ക് പൊതുവെ അങ്ങനെ നമ്മളിപ്പം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ദേ എക്സ്പെക്ട് ദിസ് ലൈക്ക് വി ആർ നോട്ട് സപ്പോസ് ടു ഗെറ്റ് മാരീഡ്, യു ഡോണ്ട് ഹാവ് എ ലൈഫ്, യു ജസ്റ്റ് ഹാവ് ടു സ്റ്റഡി ആൻഡ് ദെൻ ഗെറ്റ് ദ ഡിഗ്രി, ദെൻ കം ഔട്ട് ഓഫ് ദാറ്റ്. ലൈക്ക് ആ സമയത്ത് പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പം കല്യാണത്തൊക്കെ ആയിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നു, അങ്ങനെ കല്യാണം ഉണ്ട് പറഞ്ഞിട്ട്. അപ്പൊ സാർ വെച്ചാൽ കല്യാണം ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് 1 വർഷം സീനിയർ റെസിഡൻസി ചെയ്യും. അപ്പോഴാണ് പൊതുവെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഉള്ളവരോ എന്റെ സീനിയേഴ്സോ എന്റെ സീനിയർ റെസിഡൻസോ ആരും കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ദെൻ ഹി തോട്ട് ലൈക്ക് കല്യാണം കഴിച്ചതോടു കൂടി ലൈക്ക് ഐ വിൽ ബി മാനേജിങ്. പിന്നെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം ഐ ഗോട്ട് പ്രഗ്നന്റ്. ദെൻ ഐ ടോൾഡ് ഹിം ഐ എം പ്രഗ്നന്റ് ആൻഡ് ലൈക്ക് ഐ എം ഗോയിങ് ടു ടേക്ക് മെറ്റേണിറ്റി ലീവ്. ഐ ജസ്റ്റ് വെന്റ് ആൻഡ് ടോൾഡ് ബിക്കോസ് നമ്മുടെ ഇതിലുള്ളതാണ്, നമുക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കാം. 6 months മെറ്റേണിറ്റി ലീവ് യു ആർ സപ്പോസ് ടു ടേക്ക്, യു ഡോണ്ട് ഹാവ് ടു ആസ്ക് എനിവൺ. സോ ഐ ജസ്റ്റ് ടോൾഡ് ഹിം ലൈക്ക് ഇങ്ങനെ മെറ്റേണിറ്റി ലീവ് വേണം. അപ്പം നമ്മൾ ലെറ്റർ എഴുതി കൊടുത്തു, മെറ്റേണിറ്റി ലീവ് പാസ്സായി. അതുവരെ എന്നോടുണ്ടായ ഒരു സമീപനമല്ല ഞാൻ തിരിച്ചു വന്നപ്പം കോളേജിലുള്ള എൻ്റെ ഒരു ലൈക്ക് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന അപ്രോച്ച്. ബിക്കോസ് ഐ ഹാവ് ഡൺ സം ക്രൈം, അതാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്.
ആൻഡ് എസ്പെഷ്യലി ലൈക്ക് ബിക്കോസ് ദ ഓൺലി പേഴ്സൺ നോ, ബിക്കോസ് വേറെ ആരും ഇല്ല ഇങ്ങനെ ഒന്ന് ചെയ്തതോ എൻ്റെ പാത്രത്തിരുന്നതായിട്ടോ വേറെ ആരും ഇല്ല. സോ അത് കഴിഞ്ഞ് പിന്നീട് ദ ഓൺലി തിങ് ഐ വാണ്ടഡ് ടു ഷോ ഇസ് നമുക്കും പറ്റും ഇങ്ങനെ, നമ്മളിങ്ങനെ ഇത് പഠിക്കാൻ മാത്രമുള്ളതല്ല, വി ഓൾസോ ക്യാൻ ഡു സംതിങ് ഇൻ ലൈഫ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പം അവസാനം എച്ചോടി പറഞ്ഞ് നമുക്ക് ഫെയർവെൽ ഉണ്ടാവുമല്ലോ. സോ ആ ദിവസം എച്ചോടി പറഞ്ഞതെന്താ വെച്ചാല് ലൈക്ക് കൂടെ ഇരുന്ന് ബാക്കി എല്ലാ കൊളീഗ്സിനോടും പറഞ്ഞ് ഇറ്റ്സ് ടു ലേറ്റ്, യു ഗൈസ് ആർ നോട്ട് മാരീഡ് നൗ, എല്ലാവരും പോയി പെട്ടെന്ന് കല്യാണം കഴിക്കണം, പെട്ടെന്ന് സെറ്റിൽ ആവണം. സോ ദാറ്റ് ഈസ് ദ ചേഞ്ച് ഐ ഡൺ ദർ. ഇപ്പം പലരും പല രൂപത്തിലായിരിക്കും ചെയ്യുന്നത്. എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതായിരുന്നു. ആൻഡ് ഐഡന്റിറ്റി ലൈക്ക് എപ്പോഴും എന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പല പ്രാവശ്യവും ലൈക്ക് ഇപ്പം ഓക്കെ ആ തട്ടോട്ട് മാഡമാണോ, അങ്ങനെയായിരിക്കും ചില മോസ്റ്റ് ഓഫ് ദി ഡേയ്സും പേഷ്യൻസ് ചിലപ്പോൾ നമ്മൾ തെരഞ്ഞു വരും. ഇങ്ങനെ എന്തെങ്കിലും കേസിന്റെ കാര്യമൊക്കെ ഒ പിയിൽ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒ പിയിലല്ല ICUലായിരിക്കും ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ the way they tell to the professors is like that scarf ഇട്ട മാഡം. സോ ദ സ്കാർഫ് എന്ന് പറയുന്നത് എനിക്കൊരു അവിടെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു. ഇപ്പം സെയിം ഞാൻ എന്റെ ഫെലോഷിപ്പ് ചെയ്യാണ് അപ്പോളോ ബാംഗ്ലൂരിൽ, സെയിം സംഭവമാണ് അവിടെ ഉള്ളത്. എനിക്കിതൊരു ഐഡന്റിറ്റി, എന്റെ സ്കാർഫ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. അത് അവിടെ പോയി വിചാരിച്ചിട്ട് ഞാൻ അയച്ചു വെക്കാൻ ഒരിക്കലും ബില്ലിംഗ് അല്ലായിരുന്നു. പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എന്തിനാണ് ഈ തട്ടമിടുന്നത് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല നിങ്ങളിപ്പോ എന്തിനാ കൈമിലൊക്കെ ഈ ഇത് ചുറ്റുണ്ടല്ലോ അതെന്തിനാ. അപ്പം സോ ദേ സെഡ് ദാറ്റ്സ് ആർ റിലീജിയസ് ബിലീഫ്. ഞാൻ പറഞ്ഞു ഇത് എന്റെ ബിലീഫാണ് ആൻഡ് ദിസ് ഗിവ്സ് മീ പ്രൊട്ടക്ഷൻ. ആൻഡ് ലൈക്ക് ഈ ഇതെന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾ ബിലീഫ് ബിക്കോസ് വി കനോട്ട് വോയിസ് ഔട്ട് സോ മച്ച്, ബിക്കോസ് അവിടെ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ അസോസിയേഷൻസോ ഇസ്ലാമിക് ഓർഗനൈസേഷൻസോ ഒന്നും പാടില്ല. ഔട്ട് ഓഫ് സെൻട്രൽ മെഡിക്കൽ സെൻട്രൽ കോളേജസിൽ യൂഷ്വലി ഓൺലി വൺ തിങ് വിൽ ബി ദർ, റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ. അതിൽ തന്നെ നമ്മൾ കൂടുതൽ വോയിസ് ഔട്ട് ചെയ്താൽ ഫൈനൽ എക്സാം റിസൾട്ട് ഇറ്റ് വിൽ ബി ഫെയിൽ. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പം ദ വേ ഐ ടോൾഡ് ലൈക്ക് ദിസ് ഗിവ്സ് മീ പ്രൊട്ടക്ട്, ഇത് എനിക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. ആൻഡ് എല്ലാവർക്കും ബിലീവ് ചെയ്യാനുള്ള ഓരോരോ റൈറ്റ് ഉണ്ട്. ദ സെയിം വേ ഐ ബിലീവ് ആൻഡ് ഐ വാണ്ടഡ് ടു വെയർ. ഇപ്പൊ റീസെന്റ് നമുക്ക് കാണാം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കുറച്ച് കുട്ടികളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് തട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിവേദനം കൊടുത്ത്. സെയിം തിങ് ലൈക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു തട്ടം സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള അവരാണ് യൂഷ്വലി നമുക്ക് പ്രൊവൈഡ്. നമ്മൾ ഇവിടെ നാട്ടിലായ സമയത്ത് നമ്മൾ കൊണ്ടുപോകാറായിരുന്നു, അവിടെ ആകുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യും ഡ്രസ്സ്, അതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തട്ടം വെച്ചു. അപ്പൊ അങ്ങനെ കയറുന്നതുകൊണ്ട് അവിടെ അത് ഇഷ്യൂ ഇല്ലായിരുന്നു. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും ഡിഫറെന്റ് ആണ്, ഓരോ സ്ഥലങ്ങളിലെ കാര്യങ്ങളും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. The second point I want to tell is how to reach in these positions. So one thing is like conviction. ഞാൻ ആ എക്സാം എഴുതിയ സമയത്ത് ഐ വാസ് 100% ഷുവർ ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇറ്റ്. അതൊരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റ് റാങ്ക് എനിക്ക് കിട്ടും എന്നുള്ളത് ആ ഒരു കൺവിക്ഷൻ ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിൽ വേണം. നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഇപ്പം ആസ് സെഡ് ബൈ പൗലോ കൊയ്ലോ ഇൻ ഹിസ് ബുക്ക് ആൽക്കമിസ്റ്റ്, like when you want to do something the universe will help you to conspire, right? So നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ചുറ്റുള്ള ലോകം മൊത്തം നമ്മളെ കൂടെ നിൽക്കുന്നതാണ്. സോ ഹൗ ഡു യു ലൈക്ക് പൗലോ കൊയ്ലോ പറഞ്ഞു വെച്ചു നമുക്കത് ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് എങ്ങനെ ചിന്തിക്കാം. സോ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കണം അല്ലെ, നമ്മുടെ കൂടെ ഉള്ളവർ പോസിറ്റീവ് ആയിരിക്കണം, നമ്മളും പോസിറ്റീവ് ആയിരിക്കണം. സോ ആ പോസിറ്റിവിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സോ ദ ഓൺലി പേഴ്സൺ ടു ആസ്ക് ഇസ് അല്ലാഹ്. സോ 5 നേരം നമസ്കരിക്കുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴും whenever we want to talk to Allah നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ആ കാര്യം പടച്ചവന്റെ അടുത്ത് ചോദിക്കാം. സോ ഐ വാസ് വെരി ഷുവർ അബൌട്ട് മൈ പ്രയർ. ഞാൻ ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ പ്രയറിനുള്ള ആൻസർ എന്തായാലും തരും, മേ ബി ടുഡേ ഓർ ടുമോറോ ഓർ ഹിയർ ആഫ്റ്റർ, അത് നമുക്കറിയാം. സോ ഐ വാസ് വെരി ഷുവർ അബൌട്ട് മൈ പ്രേയേഴ്സ്. ഞാൻ പ്രാർത്ഥിച്ചു, അത്ര തന്നെ പ്രാർത്ഥിക്കാം, മെയിനായിട്ട് പ്രാർത്ഥിക്കാം. സോ ദാറ്റ് പോസിറ്റീവ് തിങ്കിങ് വിൽ കം. സോ ദ പോസിറ്റീവ് എൻവയോൺമെന്റ് വിൽ കം ആൻഡ് whatever is there you can achieve. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരുടെയും പക്ഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടാണ്. അത് പല രൂപത്തിലായിരിക്കാം. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ. നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് എക്സൽ ചെയ്യാൻ നോക്കാം. അപ്പം സോ സെയിം തിങ് ഐ ടു മൈ പേഷ്യൻസ് ഓൾസോ. ICUവിൽ വരുന്ന ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് നിയോനെറ്റോളജിയിലാണ്. സോ നവജാത ശിശുക്കളുടെ 0 മുതൽ 28 days വരെയുള്ള കുട്ടികളെ നമ്മൾ കാണും. പല സമയങ്ങളിലും വെന്റിലേറ്ററിൽ പോകാം, അതേപോലെ പല രൂപത്തിലുള്ള കുട്ടികളെ നമുക്ക് കിട്ടും, പ്രീമാച്ചുവർ ആയിട്ടുള്ള ബേബീസിനെ കിട്ടും. സോ ദ ഓൺലി തിങ് ഐ ടു ടെൽ ദ പേരൻസ്, ഫസ്റ്റ് ഡേ പേരൻസ് വരുമ്പോൾ ദേ ആർ വെരി സാഡ്, ലൈക്ക് ICUവിലാണ് കുഞ്ഞ്. സോ ഓബ്വിയസ്ലി സോ ദ വേ വി കൗൺസിൽ ഇസ് ലൈക്ക് വെൻ യു എൻറ്റർ ദ ICU you should not think about my baby will be back to me. The only thing is like എനിക്ക് എന്തായാലും എന്റെ ബേബിനെ
തിരിച്ചു കിട്ടും. സോ ആ പോസിറ്റീവ് തിങ്കിങ്ങോട് മാത്രമേ ഈ ആക്സിലേക്ക് കയറാൻ പാടുന്നുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ ദ വേ യു സ്റ്റാർട്ട് തിങ്കിങ് പോസിറ്റീവ്, നമുക്ക് ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. സോ ദ സെയിം വേ ഹൗ ടു ബി പോസിറ്റിവിറ്റി ഇൻ യു, ആസ് ഐ സെഡ്, നമ്മൾ പ്രാർത്ഥിക്കാം, ഉമ്മാനോട് പ്രാർത്ഥിക്കുക, കീപ് ബിലീവിങ് ഇൻ അള്ളാഹ്. ആൻഡ് അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ ഈസ് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടാതായി കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഐ നോ ലൈക്ക് മോസ്റ്റ് കോമൺ പ്രോബ്ലം ഇൻ നൗ സൊസൈറ്റി ഈസ് ഡിപ്രഷൻ. സോ നമുക്ക് എന്താ പറയാ ഇപ്പൊ അങ്ങനെ ഒരു ബിലീഫ് ഉണ്ട്, ഒന്നെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടും അല്ലെങ്കിൽ നാളെ, അപ്പൊ എന്തായാലും ഇത്തരം തരത്തിലുള്ളൊരു ബിലീഫ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ വരില്ല. ആൻഡ് ഡിപ്രഷൻ ഇസ് എ ഡിസീസ് ഓൾസോ, നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ജനറലി നമുക്ക് വരുന്ന വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് വിൽ ബി ബിക്കം ഭയങ്കരമായിട്ട് സാഡായിട്ട്, അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ലൈക്ക് കീപ് ബിലീവിങ് ഇൻ അള്ളാഹ്. ലൈക്ക് അതായിരിക്കും നമ്മുടെ എപ്പോഴും ഉള്ള ഒരു എന്താ പറയാ ഒരു ഗോൾ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ലൈക്ക് കീപ് ഹോൾഡിങ് അള്ളാഹ് ആൻഡ് ദെൻ കണ്ടിന്യൂ ഇറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് എല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് ട്രൈ ടു അച്ചീവ് whatever you want. ഇപ്പം ഇത് ഐ തിങ്ക് പ്ലസ് ടൂവിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, കരിയറിന്റെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലുള്ള ആളുകളുണ്ടാവും. സോ യു ജസ്റ്റ് ട്രൈ ടു ഫിഗർ ഔട്ട് വാട്ട് യു വാണ്ട് ഇൻ ലൈഫ് ആൻഡ് ദെൻ തിങ്ക് പോസിറ്റീവ് ആൻഡ് അച്ചീവ് ഇറ്റ്. ഒരു ഗോളും ഒരു എയിമും ഒരു ലക്ഷ്യബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല. ആൻഡ് നോബഡി ക്യാൻ ഡിസൈഡ് യുവർ എക്സ്പയറി. നമ്മളൊരു പെണ്ണാണെന്ന് വെച്ചിട്ട് നോബഡി ക്യാൻ ഡിസൈഡ് യുവർ എക്സ്പയറി. സോ നമുക്ക് ആസ് യു ഏജ് ഓൾസോ യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് in your life. Okay, so get self-motivated and believe in Allah and pray to God and be positive. That's all.